Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. നിങ്ങളുടെ 2025 എന്തെല്ലാം മേജർ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ 2025നെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് 2025ൽ ഹൈഡ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ 2025ൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, അത് നിങ്ങളുടെ പല ലൈഫ് ഏരിയാസിൽ എന്തൊക്കെയാണ് എടുത്തു പറയേണ്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ നിങ്ങൾക്കിവിടെ 3 ബുക്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾക്ക് ഏത് ബുക്കിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ആ ബുക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇത് നിങ്ങൾ ഓൾറെഡി വായിച്ചിട്ടുള്ള ബുക്കായിരിക്കാം, വായിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ബുക്കായിരിക്കാം, ഓർ ഏത് ബുക്കിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ആ ബുക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാം. അതിൽ നിങ്ങളുടെ 2025നെ പറ്റി ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ട്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. Hey, group number 1, The Secret book select ചെയ്തിട്ടുള്ള ആളുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ 2025ൽ സംഭവിക്കുന്ന മേജർ ബ്ലെസ്സിങ്സ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ 2025ൽ എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെ സീക്രറ്റ് ആണ് 2025നെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1, your 2025. ദ സീക്രറ്റ് ബുക്ക് പോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് രഹസ്യങ്ങൾ ചുരുളഴിയുന്ന വർഷം കൂടിയാണ് 2025. സോ നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻ ഓർ പല കാര്യത്തിനെ പറ്റിയിട്ടും നിങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് 2025. നിങ്ങൾക്ക് അത് പല ഏരിയാസിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. സോ ചില ആളുകൾ നിങ്ങൾ ആദ്യമായിട്ട് ജോബിലേക്ക് വരുന്നതാണ്, ആദ്യമായിട്ട് റിലേഷൻഷിപ്പ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. അത് സാധാരണ ഒരു എക്സ്പീരിയൻസ് അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതും വളരെ ഇന്റൻസ് ആയിട്ടുള്ളതുമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ 2025 നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. സോ നോർമലി 2025 നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന പല മാറ്റങ്ങൾ കൊണ്ട് നിങ്ങൾ വളരെ എൻഗേജ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ഓരോ മാസം എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ടൈം കൂടിയാണ്. സോ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളതും വളരെ ഇതുവരെ നിങ്ങൾ കണക്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ഇല്ലാത്ത ചില തോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ചിന്തകളും ഇമോഷൻസും ഒക്കെ നിങ്ങൾക്ക് നാച്ചുറലി, നിങ്ങൾ അതിൽ പ്രത്യേകിച്ച് ഒരു എഫേർട്ടും എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഇയർ ആണ് 2025 എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, കാരണം നിങ്ങൾ നിങ്ങളുടെ പല പവറും നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. പ്രോബബ്ലി നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒരുപാട് ഡിസൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. അത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും മനോഹരമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് കൊണ്ടാണ്. സോ നിങ്ങളുടെ പല മാനിഫെസ്റ്റേഷനും 2025 നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അതുപോലെ ഒരു മൈൻഡ് പവർ ആണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ചില ആളുകൾ നിങ്ങൾ അഡ്മിഷൻസ് വാങ്ങുന്നുണ്ട്, അത് യൂണിവേഴ്സിറ്റി ആയിരിക്കാം, ഓർ വേറെ കൺട്രിയിൽ പോയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്മിഷൻസ് നിങ്ങൾക്ക് ശരിയാവുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എൻട്രിക്ക് നോക്കുന്ന ആളുകളാണ്, വേറെ കൺട്രിയിൽ പോകാനുള്ള ഒരു എൻട്രി ആയിരിക്കാം. അതുപോലത്തെ അപ്രൂവൽസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അത് നിങ്ങൾക്ക് പെട്ടെന്ന് സാധ്യമാവുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ 2025 നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം അത് നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ എനർജി നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമായിട്ട് ഹൈലി അലൈൻഡ് ആയിട്ട് വരുന്ന ഒരു വർഷം കൂടിയാണ് 2025. സോ ഇതുവരെ നടക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്ക് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഫ്രം ദിസ് ബുക്ക്, എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ 2025നെ പറ്റിയിട്ട് ലെറ്റ്സ് സീ നോക്കാം അല്ലെ.
when you want to attract something into your life, make sure your action don't contradict your desire. Exactly. നിങ്ങൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആക്ഷൻ അതിലൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കരുത്. നിങ്ങളുടെ ആക്ഷൻ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇത്ര കാലമായിട്ട് ശ്രമിച്ച് നടക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ? എന്തുകൊണ്ട് അത് നടക്കാൻ സാധിച്ചിട്ടില്ല? എന്തായിരുന്നു അതിന്റെ ഒരു ഫോൾട്ട്? എന്തായിരുന്നു അതിന്റെ ഒരു ബ്ലോക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ 2025 സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനും, നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളും ഫിക്സ് ചെയ്യാനും, നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ തോട്ട്സിലും ഒരുപാട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനും, അതുവഴി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഇത്ര കാലമായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തടസ്സം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ചില ആളുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും 2025 വരുന്ന സമയത്താണ് നിങ്ങൾ കൂടുതൽ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ അത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏത് ഏരിയയിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാറ്റം ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ആക്ഷനും അതേ രീതിയിൽ നിങ്ങൾ അലൈൻ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളെ ലൈഫിൽ അട്രാക്ട് ചെയ്യാണ്. ഈവൻ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ഓക്കെ, സോ അതിൽ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങൾ എന്താണ് ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ എനർജി അതിലേക്ക് ഹൈലി അലൈൻഡ് ആയിട്ട് വരുന്ന ഒരു വർഷം കൂടിയാണ്. എനർജറ്റിക്കലി നിങ്ങൾക്ക് അത്രയൊരു സ്ട്രോങ് പവർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ വെരി ഇമ്പോർട്ടന്റ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യവും അതാണ്. ഓക്കെ, സോ നിങ്ങളത് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ വരാൻ ശ്രമിക്കുക. ആളുകൾ നിങ്ങൾ ഒരു അത്ഭുതമായിട്ട് കാണാനുള്ള ഒരു സാധ്യതയൊക്കെ 2025 ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾ പല കാര്യങ്ങളും എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ലൈഫിൽ അച്ചീവ് ചെയ്യുന്നതൊക്കെ ആളുകൾ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെയോ രീതിയിൽ ഫെയിം ഉണ്ടാക്കി തരുന്നുണ്ട്. നിങ്ങളുടെ ചില അച്ചീവ്മെന്റ് ഒരുപാട് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ എന്തൊരു കാര്യം ലൈഫിൽ മേജർ ആയിട്ട് അച്ചീവ് ചെയ്തു, നിങ്ങൾ ഒരുപാട് ആളുകൾ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കുന്നു. നിങ്ങൾ അതുപോലെ ഏതെങ്കിലുമൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്, ഈവൻ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു താല്പര്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന ആ ഒരു സക്സസ് നിങ്ങൾ അങ്ങനെ ക്ഷണിക്കുന്നുണ്ട്. ചില പ്ലേസിലൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ഒക്കെ നിങ്ങൾക്ക് ഏർലി 2025 നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു വർഷമാണ്. നിങ്ങൾ അപ്പ് ആൻഡ് ഡൗൺസ് ലൈഫിൽ ഉണ്ടായിരിക്കണം, പക്ഷെ 2025 നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്ന ഒരു വർഷമാണ്. എക്സാക്ട്ലി, നിങ്ങൾ സ്നേഹിക്കാൻ പോകുന്ന ഒരു വർഷമാണ് 2025. നിങ്ങൾ ഇമോഷണലി കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ് 2025. നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരു വർഷമാണ്. നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുന്നത്, നിങ്ങൾ പഠിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലൈഫിൽ അട്രാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഒരു കാര്യം നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളെ വലിയ രീതിയിൽ അത് ബാധിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ചെല്ലുന്ന പ്ലേസിലൊക്കെ നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് നിങ്ങൾക്ക് 2025 അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇമോഷണലി നിങ്ങളുടെ കർമ്മയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഇമോഷണലി എൻഗേജ്ഡ് ആവുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ജോലിയാണ് 2025 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിങ്ങൾ ഒരുപാട് ഗ്ലോ ചെയ്യാൻ പോവാണ്. അത് നിങ്ങൾ ഒരുപാട് ഇമോഷണലി കാണാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. സോ ജോബിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ കർമ്മ, ജോബ്, നിങ്ങളുടെ ഓരോ ആക്ഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് 2025. ഓൾറൈറ്റ്, നിങ്ങളുടെ എംപ്റ്റി ആയിട്ടുള്ള പല പ്ലേസിലും നിങ്ങൾക്ക് ഫിൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിന്റെ മേജർ ഏരിയാസിൽ എവിടേക്കാണോ ഒന്നുമില്ലാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അവിടേക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ എൻഗേജ്ഡ് ആവാൻ സാധിക്കുന്നുണ്ട്. ഫാമിലിയിൽ വരുന്ന സമയത്ത് ഒരു നല്ലൊരു ഹാർമണി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ സ്നേഹം അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ സ്നേഹിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ലൈഫ് തരുന്ന ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അലൈൻഡ് ആയിട്ട് വരുന്നത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്കാണ്. ഹെൽത്തി ഹോം, ഹെൽത്തി ഫാമിലി,
ഓക്കെ. സോ പല കാര്യങ്ങളും നിങ്ങൾക്ക് അതുപോലെ റൈറ്റ് ആയിട്ട് നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് റൈറ്റ് ആയിട്ട് അലൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോബിലും വളരെ എൻഗേജ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഗിഫ്റ്റ് നിങ്ങൾക്ക് 2025 ആരെങ്കിലും സമ്മാനിക്കുന്നുണ്ടായിരിക്കണം. വളരെ പ്രൈസ്ലെസ് ആയിട്ടുള്ള ചില ഗിഫ്റ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കർമ്മ റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾ നിങ്ങളുടെ ജോബൊക്കെ സ്വിച്ച് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം 2025 നിങ്ങൾ ഒരു പുതിയൊരു കോൺട്രാക്റ്റിലേക്ക് വരികയാണ് നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ട്. ഓക്കെ. സോ അത് ചില കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലൊക്കെ ആയിരിക്കാം എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ചില ആളുകൾക്ക് സംഭവിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ എനർജി റൈറ്റ് ആയിട്ട് അലൈൻഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ സോൾ ഒരുപാട് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്നർ ടാലന്റ് ആയിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അത് നിങ്ങളുടെ പാഷനോ നിങ്ങളുടെ ഒരു പേർപ്പസ് ആയിരിക്കാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ കോൺട്രാക്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ട് പുതിയ കോൺട്രാക്റ്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ആൻഡ് അതിന്റെ ഒരു പേർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അറിയില്ല അത് എത്ര ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത്ര നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു റീസൺ എന്താണെന്നുള്ളത് പലപ്പോഴും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഇനീഷ്യലി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അതിലേക്കൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് എത്രമാത്രം ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്നു, അത് നിങ്ങൾ എത്ര ഡിസേർവ് ചെയ്യുന്നു, അത് നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ 2025 വളരെ നല്ല രീതിയിൽ വളരെ ഇന്റൻസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു കർമ്മയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, മെയിൻലി നിങ്ങൾ വളരെ ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന ചില കാര്യങ്ങൾ 2025 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ വലിയൊരു ആക്റ്റീവായിട്ട് നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വെറുതെ ഇരിക്കാൻ പോകുന്ന ഒരു വർഷമല്ല. ഓക്കെ. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫായിട്ട് തരും. ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡ് അതുപോലത്തെ ഒരു ഗൈഡൻസ് തരുന്നുണ്ട്. സോ 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു പുതിയൊരു ലൈഫാണ്, പുതിയ ലൈഫ്. എക്സാക്ട്ലി നിങ്ങളൊരു ന്യൂ ലൈഫ്. നിങ്ങൾ ഇത്ര കാലം എങ്ങനെ പോയി, എങ്ങനത്തെ ഒരു ലൈഫായിരുന്നു നിങ്ങൾക്ക്, അതൊന്നും നിങ്ങളെ 2025 പോകുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ പോലത്തെ ഒരു മാറ്റത്തിലേക്കൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ് വരുന്ന സമയത്ത് വന്നു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോബബ്ലി നിങ്ങളുടെ പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അത്ര ഒരു ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി എറേസ് ആയി പോയിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ മൈൻഡിൽ നിന്ന്, ചില കാര്യങ്ങൾ ഹീൽ ആയി പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. സോ 2025 നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും ഹീൽ ചെയ്യാനും അതുപോലത്തെ മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്ന ഒരു വർഷം കൂടിയാണ്. ഓക്കെ. സോ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ഒരു പുതിയൊരു വേർഷനാണ് 2025 നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. സോ നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ വളരെ ഫെയിം അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ സ്റ്റോറി ഡെഫിനറ്റ്ലി ആളുകൾ ഈഗർലി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേർപ്പസ് ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ കണക്ട് ചെയ്തു വരിക. ആൻഡ് 2025 നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. അതിന് മുൻപ് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ 2025 നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ 2025 നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ചില മാറ്റങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ വരുത്തുന്നുണ്ടായിരിക്കണം. ഓക്കെ. സോ ലൈഫിനോട് ഹോപ്പ് ഒക്കെ പോയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഹോപ്പ് 2025 പറ്റിയിട്ടുണ്ടായിരിക്കണം. എന്തോ ഒരു നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവാണ്. കാരണം 2024 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. എനർജറ്റിക്കലി നിങ്ങൾ ഒരുപാട് ഡ്രെയിൻഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് സ്റ്റക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കണം. പല കാര്യങ്ങളും നിങ്ങൾ ശ്രമിച്ചു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ 2024 നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. സോ പല കാര്യങ്ങളും നിങ്ങൾ പ്രോബബ്ലി ചില ആളുകൾ 2025 പോകുന്നത് പല കാര്യങ്ങളും ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജിലായിരിക്കാം. ഓക്കെ. കാരണം നിങ്ങൾ ശ്രമിച്ചിട്ട് നിർത്തി വെച്ചിട്ടുള്ള ചില ആളുകളുണ്ട്. പക്ഷേ 2025 നിങ്ങൾ വെൽക്കം ചെയ്യുന്നത് ഒരുപാട് ഇതുപോലെ നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങളും കൊണ്ടാണ്. ഓക്കെ. സോ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. നമ്മുടെ ടൈമും നമുക്ക് ഫേവർ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ അല്ലെ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടൈം വളരെ ഫേവർ ആയിട്ട് നിൽക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. സ്നേഹം എന്താന്നുള്ളത് നിങ്ങൾക്ക് ആളുകളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാനും സാധിക്കുന്നുണ്ട്. നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാതെ ചില സ്നേഹങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ആളുകൾ സ്നേഹിക്കാനുണ്ട്.
അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കർമ്മ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾ അതുപോലെ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ സർവീസ് ആയിരിക്കാം, ഓർ നിങ്ങൾ അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ഇന്റൻഷനലി ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ ഒന്നും ചെയ്യുന്നുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങൾ എന്ത് കർമ്മയിലാണോ നിങ്ങൾ എത്തിപ്പെടുന്നത്, അത് ഈവൻ നിങ്ങളൊരു ഓഫീസ് ജോബ് ആയിരിക്കാം, നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരിക്കാം, ഓർ നിങ്ങൾ ചൂസ് ചെയ്യുന്ന, നിങ്ങൾ ആദ്യമായിട്ട് ചില ആളുകൾ നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ജോബ് ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല, ജോലി ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല, വലിയൊരു ഗ്യാപ്പ് നിങ്ങളുടെ കരിയറിൽ വന്നിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഓൾ ഓഫ് സഡൻ ആയിരിക്കാം നിങ്ങൾ 2025 എന്തെങ്കിലുമൊക്കെ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു വർഷം കൂടിയാണ്. ആൻഡ് ഗ്രാജുവലി അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ക്രിയേറ്റർ ആണ്. 2025 നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇയർ ആണ്. ഓക്കെ, സോ നിങ്ങൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നതല്ല, ചില കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ വന്നു പോകുന്നതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും നിങ്ങൾ വിട്ട് കളയേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മേലെ നിന്ന് തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇന്റൻഷനലി ചെയ്യുന്നതായിക്കൊള്ളണമെന്നില്ല. സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, വിട്ട് കളയേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങള്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ആളുകൾക്ക് ഫൊർഗീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു പുതിയൊരു വേർഷൻ ആളുകളിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു പുതിയ ഐഡന്റിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് 2025. ചില ആളുകൾ നിങ്ങൾ ജോബ് മാറുന്നുണ്ട്, ചില ആളുകൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഫൈനലി നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് ഫ്രീ ആവുന്നുണ്ട്. ഫൈനലി നിങ്ങൾ ചില കോൺട്രാക്ട് എൻഡ് ആക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കോൺട്രാക്ട് നിങ്ങൾ എൻഡ് ആക്കുന്നതായിരിക്കാം. സോ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, ഓർ നിങ്ങൾ ഇത്ര കാലമായിട്ട് സഫർ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അതിന് നിങ്ങൾക്കൊരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, 2025 നിങ്ങൾക്ക് ഈ ഒരു ഇതുവരെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു ചില മെന്റൽ കണ്ടീഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ആളുകളെ കൊണ്ടോ കണക്ഷൻ കൊണ്ടോ റിലേഷൻഷിപ്പ് കൊണ്ടോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺട്രാക്ട് പുതുക്കാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു കോൺട്രാക്റ്റിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്, ആ ഒരു റിലേഷൻഷിപ്പ് പാറ്റേണിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. 2025 എക്സാക്ട്ലി 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെമ്മറി ഉണ്ടാക്കുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു വർഷം കൂടിയാണ് 2025. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ടാവില്ല. ഓക്കെ, കാരണം നിങ്ങൾ അത്ര എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് 2025. നിങ്ങൾ മേജർ ആയിട്ടുള്ള സക്സസ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വർഷമാണ് 2025. നിങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് 2025 സംഭവിക്കുന്നത്. നിങ്ങൾ എന്ന വ്യക്തി, നിങ്ങൾ എന്ന സോളിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത്, കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ സോൾ കംപ്ലീറ്റ്ലി ഒരു സ്ലീപ്പിംഗ് മോഡിലായിരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഒരു ലോജിക്ക് വെച്ചിട്ടും നിങ്ങളുടെ ഒരു ഫിസിക്കാലിറ്റിയിൽ നിന്നിട്ടായിരിക്കാം പല കാര്യങ്ങളും കണക്ട് ചെയ്ത്, പല കാര്യങ്ങളും നിങ്ങളുടെ ഒരു ഈഗോ എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും ലൈഫിൽ അട്രാക്ട് ചെയ്തതും പല കാര്യത്തിന്റെയും പിറകെ പോയതും പല കാര്യങ്ങളും നിങ്ങൾ അങ്ങനെയായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ 2025 നിങ്ങളുടെ സോൾ അവേക്കൻ ആവുന്നുണ്ട്. ആൻഡ് അത് ഉണരുന്ന സമയത്ത് നിങ്ങൾ അത് അതിൻ്റെതായിട്ടുള്ള കാര്യത്തിലേക്ക് ഇൻവോൾവ് ആവും. അത് എന്തിനാണ് വന്നത്, അതിന്റെ ഒരു പേർപ്പസ് എന്താണ്, അതിന്റെ ഒരു കോൺട്രാക്ട് എന്താണ്, അതിന്റെ ഒരു ഇന്റൻഷൻ എന്താന്നുള്ളത് കൂടുതൽ തിരിച്ചറിയാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് 2025. ആൻഡ് അത് ഇപ്പൊ നിങ്ങൾ മനഃപൂർവ്വം എന്തിനും ഓക്കെ എനിക്ക് കുറെ ഫെയിം വേണം, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരണം, അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വർഷമല്ല. ഈവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ സോളാണ്, നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ ആണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലൈഫിൽ ഒരു മസ്റ്റ് മൊമെന്റ് നിങ്ങൾ 2025 നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. സോ അത് പ്രോബബ്ലി നിങ്ങൾ ആ ഒരു ജേർണിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തിക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പരിഗണന നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെയിം അവിടെ ഉണ്ടാവുന്നുണ്ട്, അറിയപ്പെടുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 1 2025 നിങ്ങൾ എന്തൊക്കെയോ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ നിങ്ങൾ ഓവർകം ചെയ്യുന്ന എല്ലാം ഈസി ആയിട്ട് 2025 പോവാന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾക്ക് ചില ചാലഞ്ച് നിങ്ങൾ ഒരുപാട് നിങ്ങൾ എന്താണെന്നുള്ളത് കൂടുതൽ തിരിച്ചറിയാനും ആ ഒരു കാര്യമായിരിക്കാം നിങ്ങളെ ഇതുപോലത്തെ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരിക്കുക. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെയാണ്, നിങ്ങൾ അത്രയും വീണ പ്ലേസ് എന്നായിരിക്കാം നിങ്ങൾ എണീറ്റ് വരുന്നുണ്ടായിരിക്കുക. സോ അങ്ങനെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു പ്ലേസും ഉണ്ടാക്കി തരുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചാലഞ്ചിങ് ഒക്കെ ആയിട്ട് തോന്നാം, പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അത്ര സ്ട്രോങ് എനർജറ്റിക്കലി, സോ ലൈക്ക് മെന്റൽ പവറിനെക്കാളൊക്കെ കൂടുതൽ എനർജറ്റിക്കലി നിങ്ങൾ ഹൈലി അലൈൻഡ് ആവുന്ന ഒരു വർഷമാണ്. ലൈക്ക് എന്താണ് 2025 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്
ഇനീഷ്യലി നമ്മൾ പറഞ്ഞതുപോലെ ചില കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ എൻഗേജ്ഡ് ആണ്. ടൈം ടു ഗെറ്റ് ടു വർക്ക്. An excellent opportunity presents itself. Happy news about your career, promotions or scholarships, a new area of study. Exactly. ചില അഡ്മിഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ ഒരു ഗ്യാപ്പിന് ശേഷമായിരിക്കാം 2025 പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടായിരിക്കാം അക്കാഡമിക്കലി വരുന്ന സമയത്ത്. സോ പുതിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കാം, പഠിക്കുന്നതായിരിക്കാം, ചില ബുക്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കാം, ചില ബുക്സ് നിങ്ങൾക്ക് ഒരു ഇപ്പൊ അത് നിങ്ങൾ സ്കൂളിലോ കോളേജിലോ ഒന്നും പോയി പഠിക്കുന്ന കാര്യമല്ല എന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു അറിവിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ സോൾ ഒരുപാട് തുറക്കുന്നുണ്ട്, നിങ്ങളുടെ ബ്രെയിൻ ഒരുപാട് തുറക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് ഒരുപാട് തുറക്കുന്നുണ്ട് ചില കാര്യങ്ങൾ വായിക്കുന്ന സമയത്ത്. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തൊരു കാര്യം ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഇത്ര ഇൻസൈറ്റ് തരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും വായിക്കാൻ തരുന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു യാത്ര പോവാണ്, ആ യാത്രയുടെ ഭാഗമായിട്ട് ഒറ്റയ്ക്കായിരിക്കാം ചില ആളുകൾ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില യാത്രയുടെ ഭാഗമായിട്ട് നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആരെങ്കിലും കാണുന്നു. അതുവരെ നിങ്ങൾക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈപ്പ് ഓഫ് ആളായിക്കൊള്ളണമെന്നില്ല നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആ വ്യക്തി നിങ്ങൾക്ക് തരുന്ന ചില കാര്യങ്ങൾ, ആ വ്യക്തി നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്ന ചില നോളേജ്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്ന ഒരു ബുക്കായിരിക്കാം, ഓക്കെ, അറിവായിരിക്കാം. അതിന് നിങ്ങൾക്ക് എന്തോ ഒരു ഇൻസൈറ്റ് കിട്ടുന്നുണ്ട്, അത് നിങ്ങളുടെ സോൾ ഒരുപാട് എവേക്കൻ ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് മീ, അതാണ് നിങ്ങൾക്ക് 2025 നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ആയിട്ട് തരുന്നുണ്ടായിരിക്കുക. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ലൈഫ് മടുത്തിട്ട് നിങ്ങൾ ഒരു പ്ലേസിലേക്ക് പോവാണെന്ന് വിചാരിക്കുക. ലൈഫിൽ ഒന്നും എക്സൈറ്റഡ് അല്ലാണ്ട് നിങ്ങൾ 2025 ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈഫിന് ഹോപ്പ് തരുന്ന, അല്ലെങ്കിൽ ലൈഫിന്റെ ഇന്റൻഷൻ മനസ്സിലാക്കി തരുന്ന ചില ആളുകളെ നിങ്ങളുടെ ലൈഫിൽ അപ്പിയർ ചെയ്യുന്നതായിരിക്കാം. അത് ഈവൻ ചില ആളുകൾക്ക് ആനിമൽ ആയിരിക്കാം, ഹ്യൂമൻ ആയിരിക്കാം. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നോളേജ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വെളിച്ചം, അങ്ങനത്തെ ഒരു ലൈറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, സോ 2025 മോർ നിങ്ങളുടെ ജോബിനേക്കാളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ആണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും, പല പവറും, പല മാറ്റങ്ങളും നിങ്ങളിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈഫ് ആസ്വദിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, അത്ര ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അത്ര ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന ചില ജോബിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. ഇതൊക്കെ പ്രോബബ്ലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മടുപ്പ് തോന്നിയിട്ടായിരിക്കാം നിങ്ങൾ പല കാര്യത്തിലേക്കും ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ലൈഫ് നിങ്ങൾ അങ്ങനെ വിടുന്നില്ല. ലൈഫ് വീണ്ടും നിങ്ങൾക്ക് അത്ര ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് തരാണ്. വീണ്ടും 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 ലൈഫിനോട് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ചില കാര്യങ്ങൾ. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിലാവുന്നത് നിങ്ങളുടെ ലൈഫായിട്ടാണ്. ഓക്കെ, സോ അവിടെ ലൈഫിനോട് നിങ്ങൾക്ക് പരിഭവം ഉണ്ടാവുന്നുണ്ട്, ആ ഒരു പിണക്കം മാറുന്നുണ്ട്, ആ ഒരു പിണക്കം മാറ്റാനുള്ള കാര്യം ലൈഫ് തരുന്നുണ്ട്. ലൈഫ് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എന്റെ ലൈഫിന് ഒന്നും എക്സൈറ്റഡ് ആയിട്ട് ഒരു സന്തോഷവും ഒന്നുമില്ല, ലൈഫായിട്ട് തോന്നുന്നില്ല. നോ 2025 നിങ്ങൾ കൂടുതൽ റിലേഷൻഷിപ്പിലാവാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫായിട്ടാണ്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർക്കുന്നുണ്ട്, സെറ്റിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് നിങ്ങളെ സ്നേഹിക്കുന്ന എന്നുള്ള ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് 2025 നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1 അത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാം. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഒരുപാട് കാര്യങ്ങളുണ്ട് 2025 പറ്റി നിങ്ങൾക്ക് വേണ്ടി പറയാൻ. So, hope you like this video. Let's move to group number. ഇത് എത്രമാത്രം നിങ്ങൾ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പറയൂ. Let's move to group number 2 now. Hey, group number 2, നിങ്ങളുടെ 2025. What major blessings are coming for you? 2025 എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി റിവീൽ ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെ സീക്രറ്റ്സ് ആണ്, എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് 2025 നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? ഭഗവത്ഗീത സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, ആൻഡ് ലെറ്റ്സ് സീ. ഇമോഷണലി നിങ്ങൾക്ക് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ് 2025. അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഒരു മനുഷ്യൻ പോകുന്ന പല പല സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം. ഇമോഷണൽ റോളർ കോസ്റ്ററിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് 2025 നിങ്ങളൊരു റോളർ കോസ്റ്ററിൽ കൂടെ കയറിയ പോലെയാണ്. സോ നമുക്ക് പേടി ഉണ്ടാവും, അതേസമയം നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, അല്ലെ? പക്ഷെ മനസ്സിലാക്കുക, അത്
ലീഡ് ചെയ്യുന്ന ഒരാളുണ്ട്, അത് മാനേജ് ചെയ്യുന്ന ഒരാളുണ്ട്, അത് ഒരു ഡെസ്റ്റിനേഷനും ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ എൻഡ് ആവുന്ന ഒരു ഡെസ്റ്റിനേഷൻ കൂടെ ഉണ്ട് അല്ലെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്ന സമയത്തും പല പല എക്സ്പീരിയൻസ്, അതായത് പല പല ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടി ഒക്കെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, അതേസമയം നിങ്ങളെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ 2025 ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാരഥിയായിട്ട് ഒരാളുണ്ട്. ഇറ്റ്സ് ലൈക്ക് മഹാഭാരതത്തില് കൃഷ്ണനും അർജുനനും പോലെ. അർജുനന് പല കാര്യങ്ങളും അറിയില്ല എന്തൊക്കെയാ സംഭവിക്കാന്നുള്ളത് അല്ലെ. കൃഷ്ണനാണ് ലീഡ് ചെയ്യുന്നത്. പ്രോബബ്ലി കൃഷ്ണൻ അറിയാം അതെങ്ങോട്ടാണ് എത്തുന്നത്, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അല്ലെ. സോ അർജുനൻ അതിന്റെ ഭാഗമായിട്ട് പോവാണെന്നുള്ളതാണ്. സോ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാരഥി ഉണ്ട്, നിങ്ങളെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളുണ്ട്. ആ ഒരു ഡിവൈൻ അല്ലെങ്കിൽ ആ ഒരു പവറിന്റെ കൂടെയാണ് നിങ്ങൾ 2025 ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സി ആ ഒരു സ്റ്റോറി പോലെ തന്നെ, അർജുനൻ കൃഷ്ണ സ്റ്റോറി പോലെ തന്നെ, എൻഡ് ഓഫ് ദി ഡേ യു ഗോണ വിൻ ദ ഗെയിം അല്ലെ. സോ ഒരു ലൈഫിൽ എന്തൊക്കെ ചലഞ്ച് വരുന്ന സമയം, സോ ലൈഫിൽ എന്തൊക്കെ അപ്പ് ആൻഡ് ഡൗൺസ് വരുന്ന സമയത്തും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അവിടെ ഡിവൈൻലി സേഫ് ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതും ആ ഒരു കാര്യമാണ്. 2025 നിങ്ങൾക്ക് അത്ര മറക്കാൻ പറ്റാത്ത ഒരു വർഷമാണ്. അതിന്റെ ഒരു ഇന്റൻഷൻ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പേർപ്പസ് നിങ്ങൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന സമയത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമാണ് 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഇമോഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പല റിലേഷൻഷിപ്പും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പല തെറ്റിദ്ധാരണകളും മാറുന്നത് 2025 ഫാമിലി തമ്മിലുള്ള എന്തെങ്കിലും അകൽച്ച, തെറ്റിദ്ധാരണകളൊക്കെ മാറുക. അത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ, നിങ്ങളുടെ പാരന്റ്സ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ. നിങ്ങൾ കുറെ കാലത്തിന് ശേഷമാണ് ചില ആളുകളുടെ അടുത്ത് നിങ്ങൾ മിണ്ടാൻ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ അതുപോലെ സംഭവിക്കുന്നുണ്ടായിരിക്കണം. സോ അതിന്റെ ഭാഗമായിട്ട്, ആ ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ട്, ആ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അകന്നു പോയിട്ടുള്ള പല ബന്ധങ്ങളും കൂട്ടിച്ചേർക്കുന്ന ഒരു വർഷം കൂടിയാണ് 2025. നിങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ, സോ അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്കത് മറക്കാൻ പറ്റാത്തൊരു വർഷമാവുന്നത്. നിങ്ങളുടെ പല ബന്ധങ്ങളും ഒരുപാട് ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ട് ദൃഢമാവുന്ന ഒരു വർഷം കൂടിയാണ് അത്. സ്പെഷ്യലി നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെയാണ്, സൗഹൃദങ്ങൾ, നിങ്ങൾ പിണങ്ങിയിട്ടുള്ള ചില ബന്ധങ്ങൾ ഉണ്ടാവും അല്ലെ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവും, ഒരു അകൽച്ച വന്നിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, സിബ്ലിങ്സ് തമ്മിലായിരിക്കാം, ബ്രദർ സിസ്റ്റർ സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുടെ സിബ്ലിങ്സ് കല്യാണം കഴിയുന്നുണ്ട് 2025. ഓക്കെ, നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ അവർക്ക് ഇഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു മാരേജിൽ എത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അത് ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ, നിങ്ങളുടെ സിബ്ലിങ്സിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഒരുപാട് ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കുറെ കാലമായിട്ട് നിങ്ങളുടെ ബ്രദർ സിസ്റ്ററൊക്കെ ആയിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകളോ, നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ അച്ഛനായിട്ട് നിങ്ങൾ കുറെ കാലമായിട്ട് മിണ്ടുന്നില്ല, നിങ്ങളുടെ അമ്മയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഓർ അവരായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു ഡിഫറെന്റ് ഡയമെൻഷനിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അവിടുത്തെ ഒരു സ്ട്രെങ്ത് എന്താണ്, അങ്ങനത്തെ ഒരു സ്ട്രോങ് ഫാമിലിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഒക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ 2025 ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ആൻഡ് മോർ ഓവർ നിങ്ങളുടെ 2025 ജേർണി എന്ന് പറയുന്നത് ഒരു പവർഫുൾ എനർജിയുടെ കൂടെയാണ്. അത് ഡിവൈൻ ആയിരിക്കാം, നിങ്ങളുടെ തന്നെ ഒരു ഇന്നർ പവർ ആയിരിക്കാം, നിങ്ങളുടെ ഒരു പവർഫുൾ എനർജിയുടെ കൂടെ ആയിരിക്കാം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എടുത്താൽ പൊന്തില്ല എന്ന് തോന്നിയിട്ടുള്ള ഭാരങ്ങൾ വരെ, അല്ലെങ്കിൽ എടുത്താൽ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ് 2025. വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു വർഷം കൂടിയാണ് 2025. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ റോളർ കോസ്റ്റർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷേ നിങ്ങൾ എവിടെയും വീടില്ല. എപ്പോഴും നിങ്ങൾ ഈ ഒരു ഒറ്റ സ്റ്റോറി മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കാം, കൃഷ്ണൻ ആൻഡ് അർജുന. ഓൾറൈറ്റ്, സോ പല കാര്യങ്ങളും ഉണ്ടാവും, പല യുദ്ധങ്ങളും ഉണ്ടാവും, പല കാര്യങ്ങളും നിങ്ങൾക്ക് നേരെ വരുന്നുണ്ടായിരിക്കണം. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ യു ഗോണ വിൻ ദ ഗെയിം. ഓക്കെ, അത് എങ്ങനെയെന്നുള്ളത് നോക്കണ്ട. അവിടെ ശരി തെറ്റുകൾ മേ ബി ഉണ്ടാവില്ല. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും, പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ യു ഗോണ വിൻ ദ ഗെയിം. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്തൊരു വർഷമാവുന്നത്. എന്താണ് ഭഗവത്ഗീത എന്ന് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. 25 പറ്റിയിട്ടുള്ള മെസ്സേജ് നോക്കാം. എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്?
The devotee can constantly think of the object of worship, the Supreme Lord, in any of his features, Narayana, Krishna, Rama, etc. By chanting Hare Krishna, this practice will purify him, and at the end of his life, due to his constant chanting, he will be transferred to the kingdom of God. എക്സാക്ട്ലി. നമുക്കൊരു പ്രയാസം ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുക, അല്ലെ, അല്ലെങ്കിൽ ഒരു പവർ ഉണ്ട് എന്നുള്ളതിൽ വിശ്വസിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ദൈവത്തെ കൂടുതൽ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു പവർ, നിങ്ങൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ആരും ആയിക്കോട്ടെ, നിങ്ങൾ റിലീജിയസിൽ വിശ്വസിക്കുന്ന ആളുകളോ അല്ലാതിരിക്കോ എന്തോ ആയിക്കോട്ടെ, ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഏത് ദൈവത്തിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു ദൈവത്തിന്റെ പേര് പറയുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഹരേ രാമ എന്ന് പറയുന്നത്, അത് തുടർച്ചയായിട്ട് നമ്മൾ ചാന്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കും, നമ്മുടെ മനസ്സ്, ശരീരമൊക്കെ ശുദ്ധിയായിക്കൊണ്ടിരിക്കും. അതങ്ങനെ കോൺസ്റ്റന്റ്ലി ചെയ്യുന്ന സമയത്ത് എന്താവുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ അത് ആ ഒരു വ്യക്തി എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത്? ദൈവത്തിന്റെ രാജ്യത്തിലേക്കാണ്. അതായത് ദൈവത്തിലേക്കാണ് കൂടുതൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദൈവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പവർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഓരോ കർമ്മ നിങ്ങൾ ക്ലിയർ ചെയ്ത് അതിലേക്ക് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് ഫൈനലി നിങ്ങളെയാണ് കൂടുതൽ അവിടെ കണക്ട് ചെയ്യുക, അല്ലെ. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സോൾ ഇന്റൻഷൻ ഉണ്ടാവും, നമ്മൾ എത്തേണ്ടതായിട്ടുള്ളതും നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ എൻഗേജ്ഡ് ആവേണ്ടതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സോൾ കോൺട്രാക്ട് ഉണ്ടായിരിക്കണം, അല്ലെ. സോ ഒരു ഹ്യൂമൻ ബർത്ത് എന്ന് പറയുന്നതും അതാണ്. സോ പല ലൈഫ് സിറ്റുവേഷനിലൂടെ, പല അപ്പ് ആൻഡ് ഡൗൺസിലൂടെ പോയാലാണ് അതെന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ, ആ ഒരു സോൾ എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ, പല കാര്യങ്ങളും പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ, ചില മിസ്റ്റേക്സ് ചെയ്താലേ മനസ്സിലാവുള്ളൂ എന്താണ് ചെയ്യാൻ പാടില്ലാത്ത എന്നുള്ളത്, അല്ലെ. സോ നിങ്ങൾ 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു പവറിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, ഏത് ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഏത് പവറിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അതിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാണ്. അതിലേക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ലാത്ത ആളുകളായിരിക്കാം, വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും ആയിരിക്കാം. പക്ഷെ 2025 പോകുന്ന പല സിറ്റുവേഷനും നിങ്ങളെ പഠിപ്പിക്കുന്നത് പവറാണ്, അതിന്റെ ഒരു ശക്തിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ആ ഒരു പവറിനെ നിങ്ങൾ എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും, നിങ്ങളെ എത്രമാത്രം നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, നിങ്ങളുടെ ലൈഫ് എങ്ങനെയൊക്കെ ഇത് ലീഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് 2025. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ അതിൽ അർജുനനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സാരഥിയുണ്ട്, നിങ്ങളുടെ കൃഷ്ണനുണ്ട്. സോ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിന് ഒരു മേജർ ട്രാൻസ്ഫർമേഷൻ, ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ റിയലൈസ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും ഉണ്ടാക്കി വെക്കുന്നത് 2025 ചില കാര്യങ്ങൾ നമുക്ക് വലിയ ആഗ്രഹമുള്ള കാര്യമായിരിക്കാം, പക്ഷെ ആ ഒരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ട്, അല്ലെ. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പോ, നിങ്ങളുടെ ജോബോ, നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള ചേഞ്ചോ, നിങ്ങളുടെ സോൾ കോൺട്രാക്ട് എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്താലാണ് നമുക്ക് അതിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക, അല്ലെ. സോ നിങ്ങൾ അത് ഫേസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ചലഞ്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ആ ഒരു അത് എന്തിനാണ്, അതിന്റെ ഒരു റീസൺ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, അതിന്റെ മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ബർത്ത് ആണ്. നിങ്ങൾ എന്ന പുതിയ വ്യക്തി, നിങ്ങളുടെ സോൾ ഒരുപാട് പ്യൂരിഫൈ ചെയ്യാണ്, നിങ്ങളുടെ സോൾ ഒരുപാട് അവേക്കൻ ആവാണ്, ഒരുപാട് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ വിൻ ചെയ്യുന്നുണ്ട്. സോ പല പ്ലേസിലും നിങ്ങൾക്ക് 2025 വിൻ ചെയ്യുന്നതായിട്ട് 2025 വിൻ ചെയ്യുന്നതായിട്ട് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങളുടെ ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജി, നിങ്ങളുടെ സ്ട്രോങ് മാസ്കുലിൻ എനർജി, അത് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എക്സ്ട്രീം ഓഫ് ഫ്രീഡം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. എക്സ്ട്രീം ഓഫ് ഹാപ്പിനെസ്, എക്സ്ട്രീം ഓഫ് സ്നേഹത്തിന്റെ ശക്തി, ഫാമിലിയുടെ ശക്തി, നിങ്ങളുടെ മാസ്കുലിൻ, നിങ്ങളുടെ ഫെമിനിൻ, ആ ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ്. ആൻഡ് മോർ ഓവർ ലൈക്ക് നിങ്ങളുടെ ഒരു എക്സിസ്റ്റൻസ്, നിങ്ങളുടെ ഒരു ഇന്റൻഷൻ, നിങ്ങളുടെ ലൈഫിന്റെ ഇന്റൻഷൻ ഒക്കെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. ചില ആളുകൾ 2025 നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾ അത് വളരെ ഡീപ്പ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണക്ഷനിലേക്ക് വരുന്നതാണ്. നമ്പർ 2, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇസ് വൺ ഓഫ് യുവർ പേർപ്പസ്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു പേർപ്പസ് ആണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി ഇൻസ്പയർ ചെയ്യാനുള്ളതായിരിക്കാം. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലി, നിങ്ങൾ വരുന്ന ഫാമിലി, അവിടുന്ന് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അവിടുന്ന് ഹീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അവിടുന്ന് പ്യൂരിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ, ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ്.
ഓക്കെ. സോ പ്രോബബ്ലി നിങ്ങൾ 2025 കല്യാണം കഴിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലത്തെ ഒരു മാരിറ്റൽ പാർട്ട്ണർഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. അതായത് കല്യാണം കഴിയുക, അങ്ങനത്തെ ഒരു ഫാമിലി സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. അത് നിങ്ങൾ ഒരുപാട് അവേക്കൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. സോ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഒരു മാരിറ്റൽ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, ഒരുപാട് ഫ്രീഡം. ചില ആളുകൾക്ക് നിങ്ങളുടെ സോൾ ഒരുപാട് ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് 2025 സംഭവിക്കുന്നത്. സോ ചില ഡിസ്റ്റൻസ്, ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ചില റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസിൽ വരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചില മാറ്റങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2025 നിങ്ങൾ ശരിയോ തെറ്റോ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് ബോധർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ എടുക്കുന്ന ഓരോ ആക്ഷനും അവിടെ ഒരു ഡിവൈൻ ടച്ച് ഉണ്ടാവുന്നുണ്ട്, ഡിവൈൻ ഇന്റൻഷൻ ഉണ്ടാവുന്നുണ്ട്. സോ പല ആളുകളും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സമയത്തും നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ശരിയുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ജേർണി ഉണ്ട്. 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് ക്ലെൻസ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ പല കോൺട്രാക്ട് നിങ്ങൾ എൻഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ. സോ വളരെ ഡീപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും കണക്ഷൻ 2025 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളുടെ സ്ട്രോങ് ഫെമിനിൻ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോവാണ്. എസ്പെഷ്യലി നിങ്ങൾ സ്ത്രീകളൊക്കെ ആയിട്ടുള്ള ആളുകൾ, നിങ്ങളുടെ സ്ട്രോങ് ഫെമിനിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിയൽ എനർജി നിങ്ങൾ റൈറ്റ് ആയിട്ട് അലൈൻഡ് ആക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. ഓക്കെ. സോ ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ ഒരു ലൈഫ് സെക്യൂർ ആയിട്ട് വരുത്തുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അത് ചില ആളുകൾക്ക് ഇപ്പം ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ടാവുന്നത് നിങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്താണ്. സോ ചില കാര്യങ്ങൾ അവിടെ ലീഗലി ഇൻവോൾവ് ആവുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ലീഗൽ ആക്ഷൻ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ. സോ നിങ്ങൾ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് തോന്നുന്ന, അതായത് ഇമോഷണലി വരുന്ന സമയത്ത് നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് 2025 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്കൊരു ഗൈഡൻസ്, നിങ്ങളുടെ കൺഫ്യൂഷനിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാൻ സാധിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് പാർട്ട്ണർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു കണക്ഷൻ ആണ്. ഓക്കെ. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾ 2025 എക്സ്പീരിയൻസ് ചെയ്യും. അതൊരു റൊമാൻറ്റിക് പാർട്ട്ണർ ആണെന്ന് പറയുന്നില്ല. ചില ആളുകൾക്ക് റൊമാൻറ്റിക് പാർട്ട്ണർ ആയിരിക്കാം, ചില ആളുകൾക്ക് മാരിറ്റൽ പാർട്ട്ണർ ആയിരിക്കാം, ചില ആളുകൾക്ക് അത് വലിയൊരു സൗഹൃദമാണ്. ഓക്കെ. സോ നിങ്ങളുടെ ലൈഫിന്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺസിൽ നിങ്ങൾക്കൊരു സാരഥിയായിട്ടോ, നിങ്ങൾക്കൊരു പാർട്ട്ണർ ആയിട്ടോ, നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ആയിട്ടോ, നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടോ നിങ്ങൾക്കൊരു റൈറ്റ് ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒരു നല്ലൊരു ഫ്രണ്ട് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വഴികാട്ടിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി 2025 നിങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. സോ പ്രോബബ്ലി 2025 നിങ്ങൾ എന്താക്കുന്നുണ്ടായിരിക്കാം, നല്ലൊരു സൗഹൃദം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയെ കൊണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ അതുപോലൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. ചില ആളുകൾക്ക് നിങ്ങൾ 2025 വരുന്ന സമയത്ത് നിങ്ങളുടെ സിബ്ലിങ്സ് ആയിട്ട്, നിങ്ങളുടെ സഹോദരങ്ങളായിട്ട് നിങ്ങൾക്ക് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആത്മബന്ധം തോന്നുന്ന ഒരു വർഷം കൂടിയാണ് അത്. ചില ആളുകൾക്ക് നിങ്ങളുടെ മക്കളായിട്ടായിരിക്കാം. ഓക്കെ. മക്കളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളോ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്യേണ്ട ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഹീൽ ചെയ്യുന്ന സിറ്റുവേഷനിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്കത് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് അറിയില്ല. ചില കാര്യങ്ങൾ നമ്മൾ ചില സ്ഥലത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരിക്കലും ഇനി കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും, അല്ലെ? പക്ഷെ അവിടെയൊക്കെ ഒരു കൺക്ലൂഷൻ ഉണ്ടാവുന്നുണ്ട്. അവിടെയൊക്കെ ഒരു ചില കാര്യങ്ങൾ സ്നേഹം കൊണ്ട് ഹീൽ ചെയ്യുന്ന സിറ്റുവേഷൻ 2025 നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾ പലതും നിങ്ങൾ പ്രാക്ടിക്കലി കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, പലതും നിങ്ങൾ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു വർഷം കൂടിയാണ് 2025. ഗ്രൂപ്പ് നമ്പർ 2. സോ ചില ആളുകൾ നിങ്ങൾ ഏപ്രിൽ മാസമൊക്കെ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസം ആവുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ 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 യൂണിക് ആയിട്ടുള്ള, വളരെ ഡീപ്പ് ആയിട്ടുള്ള, വളരെ ഇന്റൻസ് ആയിട്ടുള്ള, ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ ദിസ്. ഓക്കെ. സ്പിരിച്വൽ യൂണിയൻ, സോൾ കണക്ഷൻ, ഓർ എന്തെങ്കിലുമൊക്കെ റെയർ ആയിട്ടുള്ള കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സൺ ആണിത്. ഓക്കെ. ലൈഫ് ലോങ് പാർട്ട്ണർഷിപ്പ്, ഓർ ജെന്യൂൻ കണക്ഷൻ, ജെന്യൂൻ പാർട്ട്ണർഷിപ്പ്, ഓർ നിങ്ങളുടെ ലൈഫിലേക്ക് ആരോ വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ. സോ ബന്ധങ്ങൾ, ലവ് റിലേഷൻഷിപ്പ് എന്ന് മാത്രം എന്നുള്ളതല്ല, ബന്ധങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2025 ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരുപാട് നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് കാലമായിട്ട്
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ചില ബ്ലോക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട്. അത് ഒന്നുകിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ആയിട്ട് നിന്നിട്ടുള്ളത് നിങ്ങൾ തന്നെ ഡീൽ ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അവിടെ അത് മാറ്റി നിങ്ങൾക്ക് ഓടാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ടുള്ള പാത്ത് ക്ലിയർ ആക്കി തരുന്നുണ്ട്. അത് ചില ആളുടെ ബ്ലെസ്സിങ്സ് ആണ്. അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത് എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ മാറ്റി നിർത്തണം എന്ന് അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് അത്രയൊരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ഡിസ്കണക്ട് ആവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജേർണിയിലേക്ക് കൊണ്ടുവരാനാണ് നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു സ്ട്രഗിൾ 2025 നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങളൊരു വിഷമായിട്ടോ എന്ത് ചലഞ്ചിലൂടെ 2025 പോകുന്ന സമയത്തും അത് എന്തുകൊണ്ട് ഈ വർഷം കൂടെ ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വർഷം കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട ഒരു വർഷമല്ല 2025. നമുക്ക് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ മാറ്റം നമുക്ക് എല്ലാവർക്കും അറിയാം, അത്ര ഈസി അല്ല അല്ലെ. മാറുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ ഇറ്റ്സ് ലൈക്ക് നിങ്ങള് ചില കാര്യത്തിൽ കയറി ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ പോകുന്നു, അതെവിടെ കൊണ്ടുപോകുന്നു, അതെവിടെ ലാൻഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങൾ അത് ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ് യു ഹാവ് എ പാർട്ട്ണർ. ഈവൻ നിങ്ങൾ ഒറ്റയ്ക്ക് പോവാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു ഡിവൈൻ പാർട്ട്ണർ ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പവർ അവിടെ ഉണ്ട്. സോ ഓൾ യു ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. Let's take one more message. Group number 2. Alright. So again, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ലൈഫിന്റെ പല അപ്പ് ആൻഡ് ഡൗൺസിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ബട്ട് trust it. Okay, so I have no words to explain this. ഇത് നിങ്ങളുടെ ലൈഫിൽ 2025 നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ സെലിബ്രേഷൻ കൂടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, വിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ വേറെ പ്ലേസിലേക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയൊരു ഫേസിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പ്രഗ്നൻസി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ബർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടിക്ക് ബർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കാം ഏതൊക്കെയോ രീതിയിൽ. ഓക്കെ, ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുടെ പ്രഗ്നൻസി, നിങ്ങളുടെ ബർത്ത്, നിങ്ങൾ കൊടുക്കുന്ന ബർത്ത്, നിങ്ങൾ ആ ഒരു പ്രോസസ്സിലൂടെ പോകുന്നത് സോ ഇൻസ്പയറിംഗ്. ഈവൻ നിങ്ങൾക്ക് അത് കുറച്ച് ചലഞ്ച് ആയിട്ട് ആ ഒരു പ്രോസസ്സിലേക്ക് വരുന്നവരെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പല കാര്യങ്ങൾക്കും ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചില കാര്യത്തിന് ബർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യത്തിന് നിങ്ങളാലും ചില മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ 2025 എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒറ്റയ്ക്കല്ല. ഒരുപാട് ആളുകളെ കൊണ്ടൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ചില കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ആളുകളൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അയ്യോ ഇതൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്യും, എനിക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. സംഭവിച്ചതിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ബട്ട് ഡെഫിനറ്റ്ലി ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ സിബ്ലിങ്സ് ഒക്കെ ആയിട്ട് വളരെ 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 ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്യാപ്പിന് ശേഷം പല കാര്യങ്ങളും നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു വർഷം കൂടിയാണ് 2025. എസ്പെഷ്യലി നിങ്ങൾ അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വളരെ ചെറിയ കുട്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കള്, ഫാമിലിനൊക്കെ നോക്കേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, എന്താണ് നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ മെസ്സേജ് എന്ന് നോക്കാം. എക്സാക്ട്ലി നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു നോക്കൂ. ഓക്കെ, നിങ്ങൾക്ക് 2025 കാറ്റ് ആയിരിക്കാം നിങ്ങളൊരു സ്പിരിച്വൽ ആനിമൽ എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റിന്റെ ഒരു നേച്ചർ, പൂച്ചയുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഇത് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ പേടി ഉണ്ടെങ്കിലും ആ ഒരു പേടി നിങ്ങൾ പുറത്തേക്ക് കാണിക്കില്ല. ഓക്കെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. ആൻഡ് വളരെ അട്രാക്ഷൻ നിങ്ങൾക്ക് ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ടും, നിങ്ങളുടെ സൈലൻസ് കൊണ്ടും. നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നുണ്ടായിരിക്കണം, പുതിയ പ്രോപ്പർട്ടി, വീടൊക്കെ വാങ്ങുന്നുണ്ടായിരിക്കണം. വർക്ക് പ്ലേസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾ അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത്ര മാറ്റങ്ങൾ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് അത്ര അലേർട്ട് ആയിരിക്കും. നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അത്ര ശ്രദ്ധ കൊടുക്കുന്ന ഒരു വർഷം കൂടിയാണ് 2025. സോ അത് പല രീതിയിൽ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അത് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് മാത്രം എന്നുള്ളതല്ല. സോ 2025 നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ പ്രോബബ്ലി
നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ ഇത്ര വലിയ എമൗണ്ട് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും. അത് പല പ്ലേസിലായിരിക്കാം, പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നത്. സോ ചില ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വിൻ ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, ഓർ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുകയോ വാങ്ങിക്കുകയോ അതിൽ നിങ്ങൾക്ക് ഒരു ഹ്യൂജ് സക്സസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ പല അപ്പ് ആൻഡ് ഡൗൺസിൽ 2025 പോകുന്നത് കൊണ്ട് തന്നെ, പല ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടെ പോകുന്നത് കൊണ്ട് തന്നെ സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഓൾറെഡി ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ മെഡിറ്റേഷനിൽ വരിക, ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്യുക. കാരണം നിങ്ങൾക്ക് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ പോകുന്നൊരു മെന്റൽ കണ്ടീഷൻ, നിങ്ങൾ പോകുന്നൊരു സ്ട്രെസ്, നിങ്ങൾ പോകുന്നൊരു ചലഞ്ച് ചില കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഹെൽത്ത് ചില കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, നിങ്ങൾക്ക് ഒരു ബെറ്റർ റൂട്ടീനിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, ബെറ്റർ ഹാബിറ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. സോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് വരിക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കാമായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ ചില സാഹചര്യം നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ചെയ്യാൻ. ചില കാര്യങ്ങൾ വന്നാലാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുക, അല്ലെ? പക്ഷെ ആ ഒരു കാര്യങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അവിടെ ഉണ്ടാക്കുന്നത്. സോ നിങ്ങളുടെ സൈസ്, നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു സൈസ് കുറയുന്നുണ്ട്. സോ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ശരീരം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ അതുകൊണ്ട് അറിയപ്പെടുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ്. കാരണം ചില ആളുകൾക്ക് നിങ്ങളുടെ ജോബിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ അപ്പിയറൻസ് ഒക്കെ പറയുന്നത്, അല്ലെ? സോ അത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ മോഡലിംഗ്, ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, മീഡിയ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ആക്ടിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്. അതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 3, യോ 2025 എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് 2025 നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി അൺഫോൾഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. എന്തൊക്കെ സീക്രറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി 2025 പറ്റി അൺഫോൾഡ് ചെയ്യുന്നത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3. സോ 2025 നിങ്ങൾ ഓരോ മാസം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു 1 by 1 നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഓരോ ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം സംഭവിക്കും, അതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. സോ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക്, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു ജോബിൽ വരുന്നു, നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാവുന്നു, നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് വരുന്നു, നിങ്ങൾക്ക് വീണ്ടും പ്രൊമോഷൻ ഉണ്ടാവുന്നു. അതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ ജോബ്, ഈവൻ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് 2025 നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. കാരണം നിങ്ങൾക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൽ പവർ ഉണ്ട്, മെന്റൽ പവർ ഉണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനും ചെയ്തു തീർക്കാനും ഒക്കെ വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് 2025. ചില കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ 2025 നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എയിം ഉണ്ടായിരിക്കാം. അപ്പൊ ജോബിലേക്കൊക്കെ വരുന്ന സമയത്ത് ഫൈനാൻഷ്യൽ ഫ്രീഡം, ചില ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഫൈനാൻഷ്യൽ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് 2025. ചില ആളുകൾ നിങ്ങൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കാം. സോ 2025 നിങ്ങളുടെ ആ ഒരു പഠിത്തത്തിന് പേ ഓഫ് ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ്. സോ നല്ല ജോബ് കിട്ടുക, ഒട്ടും പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ജോബ് വരിക, നല്ല പൊസിഷനിലേക്ക് വരാൻ സാധിക്കുക, വളരെ യങ് ഏജിലെ നല്ല പൊസിഷനിലേക്ക് വരാൻ കേപ്പബിൾ ആയിട്ടുള്ള ചില ആളുകളുണ്ട് 2025. അത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2025 നിങ്ങൾക്ക് ഒരുപാട് പല പ്ലേസിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ക്യാഷ്, മണി ഫ്ലോ, നിങ്ങൾ അതെങ്ങനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ബെറ്റർ ആയിട്ട് സേവ് ചെയ്യാൻ പഠിക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ, ഇതുവരെയുള്ള ഒരു ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ വെരി സ്ട്രോങ് കൺഫർമേഷൻ. പല പ്ലേസിൽ നിന്നായിരിക്കാം, ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കാം, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇൻകം ആയിരിക്കാം നിങ്ങൾക്ക്
വരുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ പല പല കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കണം. വെരി കെയർഫുൾ നിങ്ങൾ ആ ഒരു എമൗണ്ട് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അത് മാക്സിമം നിങ്ങളുടെ ലൈഫിൽ പിടിച്ചു നിർത്താൻ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ സേവിങ്സ് ഒക്കെ നിങ്ങൾക്ക് 2025 ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം 2025 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് അഗൈൻ ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ 2025 സാധിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് 2025 എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യലി ഒരുപാട് ബ്ലെസ്സിങ് തരുന്നുണ്ട്. ഫൈനാൻഷ്യലി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം ചില ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ നിങ്ങൾ എടുത്ത സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ട്, നിങ്ങൾ എത്ര സ്ട്രഗിൾ കൂടെ പോയിട്ടുണ്ട് എന്നുള്ളത് അല്ലെ, കടം വാങ്ങിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത്. സോ അതൊക്കെ ക്ലോസ് ചെയ്യാൻ 2025 നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് ഒരു പുതിയ ഫൈനാൻഷ്യൽ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പുതിയ ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സോ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കടം വാങ്ങിക്കുക അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ 2025 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് വരുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും അതിന്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു വർഷം കൂടിയാണ് 2025. സോ ഓരോ മാസം നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഒരു പേ ഓഫ് ആണ്. ഓക്കെ, ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ് ഇങ്ങനത്തെ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഓർ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എടുത്തിട്ടുള്ള പല ഹാർഡ് വർക്ക് ഒക്കെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റൈറ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ്. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ്. ഈ ഒരു ബുക്കിന് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, എന്ത് സ്പെഷ്യൽ മെസ്സേജ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് നോക്കാം. ഇമാജിനേഷൻ, ഫെയ്ത്ത്, എൻതൂസിയാസം, decision and persistence. Okay, I'm taking only that message. നിങ്ങളുടെ ഇമാജിനേഷൻ, വിശ്വസിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എത്ര എക്സൈറ്റഡ് ആയിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നു, ഡിസിഷൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനം, പെർസിസ്റ്റൻസ്. കുറെ ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, എന്തിലേക്ക് എത്തണം എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയാസ് നിങ്ങൾക്ക് ഓൾറെഡി വളരെ ഡിറ്റർമിനേഷനോട് കൂടി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എൻതൂസിയാസം നിങ്ങൾക്ക് ചില കാര്യത്തിന് ഉണ്ട് അല്ലെ. നിങ്ങളുടെ ലൈഫിൽ പല ഡിസയർ ആയിരിക്കും, എസ്പെഷ്യലി നിങ്ങൾക്ക് ജോബ്, നിങ്ങളുടെ മണി റിലേറ്റഡ് ആയിട്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷൻ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം അതിന്റെ ഒക്കെ ഒരു വാല്യൂ എന്താന്നുള്ളത് അല്ലെ. സോ നിങ്ങള് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന്റെ മേലെന്ന് തന്നെ സംഭവിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം, തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു കാര്യമായിരിക്കാം. സോ ചില കാര്യത്തിനോട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എൻതൂസിയാസം ഉണ്ടാവുക, നമ്മൾ അതിന് വേണ്ടിയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുക, നമ്മളുടെ ആക്ഷൻ അതുപോലെ അലൈൻഡ് ആവുക, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വിഷ്വലൈസ് ചെയ്തു പോവുക. ഇതൊക്കെ നമുക്ക് അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ ചില കാര്യത്തിനോട് ഉണ്ടാവുന്ന സമയത്താണ് അല്ലെ. സോ ഇതൊക്കെ അലൈൻഡ് ആവുന്ന ഒരു വർഷം കൂടിയാണ് നിങ്ങൾക്ക് 2025 എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡിസയർ, നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങളുടെ ഒരു എൻതൂസിയാസം ഒക്കെ റൈറ്റ് ആയിട്ടുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാനും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ്, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങളുടെ മണി റിലേറ്റഡ് ആയിട്ട് സമ്പന്നരാവാൻ പോവാണ്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് അതാണ്, നിങ്ങൾ റിച്ച് ആവാൻ പോവാണ്, നിങ്ങൾ വെൽത്തി ആവാൻ പോവാണ്. ആൻഡ് വെരി കെയർഫുൾ നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. ആൻഡ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കാര്യം സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ അത്ര ഒരു ഹാർഡ് വർക്കിന് നിങ്ങൾ അത്ര ഡിസേർവ് ചെയ്യുന്ന ചില കാര്യത്തിലേക്കാണ് 2025 നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. ചില ആളുകൾക്ക് നിങ്ങൾ അങ്ങനത്തെ ഒരു മാറ്റങ്ങളിലേക്കൊക്കെ വരിക എന്നുള്ളത് ഇത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ലെസൺ പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിന്റെ അപ്പ് ആൻഡ് ഡൗൺസ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് 2025. നിങ്ങളൊരു സ്ട്രഗിൾ, നിങ്ങൾ ആക്ച്വലി റെസ്റ്റ് എടുക്കാൻ പോകുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരുപാട് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഈഗോ എന്നൊക്കെ ആയിരിക്കാം പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എനിക്ക് നല്ല റിച്ച് ആവണം, എനിക്ക് നല്ല കാര്യങ്ങൾ ലൈഫിൽ വേണം. പക്ഷെ ആ ഒരു ജേണിയിൽ, അതിലേക്ക് എത്തുന്ന നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സോ 2025 നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി ഉണ്ടാവുന്ന സമയത്ത്, നിങ്ങൾ ഒരുപാട് വെൽത്തി ആവുന്ന സമയത്ത് നിങ്ങളുടെ സ്വഭാവത്തിൽ അതുവരെ ഇല്ലാത്ത ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ക്രേവ് ഉണ്ടാവില്ല, നിങ്ങൾ അത്ര ഒരു ഗ്രീഡി ആയിട്ട് നിങ്ങൾ പല കാര്യത്തിലും നിൽക്കില്ല. ഓക്കെ, അത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രം എന്നുള്ളതല്ല, എന്തിന്റെ പിറകെയാണോ നിങ്ങൾ ഒരുപാട് ഓടിയിട്ടുള്ളത്
അതിന്റെ ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ഒരുപാട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് 2025 സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റൈറ്റ് പ്ലേസിൽ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന രീതി വളരെ ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, സോ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തത്, അത് 2025 നിങ്ങളുടെ ലൈഫിലുണ്ട്. അത് ലൈഫ് ലോങ് നിങ്ങളുടെ ലൈഫിൽ നിൽക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ആണ്. നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ, നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ പഠിച്ചെടുക്കുന്ന ചില കാര്യങ്ങളാണ്, റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ, നിങ്ങൾ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ച് കൂടെ നിങ്ങൾക്ക് നാച്ചുറലി സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പല കാര്യങ്ങളും, ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്ന ഒരു വശം കൂടിയാണ്. ചില ആളുകൾ പഠിക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, ചില സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ 2025 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കൂടുതൽ കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു എന്തൂസിയാസം ഉണ്ടാവും. ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടി നിങ്ങൾ ഒന്ന് കൂടുതൽ സബ്ജക്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ, ചില ആളുകൾ നിങ്ങൾ ഒന്ന് കൂടുതൽ ജോബ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അത് ഡെഫിനറ്റ്ലി ഇപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ട് ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് കൂടുതൽ ജോബ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ 2025 വരുന്ന സമയത്ത് നിങ്ങൾ ഫൈനാൻഷ്യലി വളരെ ഫ്രീഡം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് 2025 ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ യൂണിക്നെസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2025 വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി, നിങ്ങളുടെ ഒരു യൂണിക്നെസ്, അത് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ചില മാറ്റങ്ങളുണ്ട്. അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കുന്നുണ്ടായിരിക്കണം, മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കണം, സംസാരം റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. ചില ആളുകൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലേക്ക് വരുന്നതായിരിക്കാം. മാത്സ് റിലേറ്റഡ് ആയിട്ട്, കണക്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ ചില കഴിവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ബാങ്കിങ്, CA ഒക്കെ പോലെ എന്തെങ്കിലുമൊക്കെ ഓഡിറ്റ് ചെയ്യുക, ഫ്രോഡ് കണ്ടുപിടിക്കുക, ചില കാര്യങ്ങൾ ഒരു ഡീപ്പ് ലെവലിൽ പോയി മനസ്സിലാക്കുക, കണക്ട് ചെയ്യുക, ഇത് റിലേറ്റഡ്, അതായത് കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് നാച്ചുറലി ഉള്ള ഒരു കാര്യമായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ചെസ് ഒക്കെ കളിക്കുന്നത് പോലെ. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തോ ഒരു കഴിവുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഇൻബോൺ ടാലന്റ് ഫോർ യു. ഓക്കെ, നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ളതോ ഇങ്ങനെ വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചില കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഫെയിം, അത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങള്, ഒരു ബുദ്ധിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളതും വളരെ യൂണിക് ആയിട്ട് ആളുകൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പൊതുവെ 2025 നിങ്ങൾ കുറച്ചുകൂടി ഒരു ഇൻട്രോവേർട്ട്, നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ഒരാളുകളാണെന്നുണ്ടെങ്കിൽ പോലും പൊതുവെ നിങ്ങൾ സംസാരം കുറവായിരിക്കാം. നിങ്ങളുടെ ആക്ഷൻ ആയിരിക്കാം മോർ അത് പ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും 2025 വരുന്ന സമയത്ത് അത് ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മോർ ഓവർ നിങ്ങളുടെ ആക്ഷൻ ആണ് കൂടുതൽ അവിടെ കാണിക്കുന്നത്, ആക്ഷൻ ആണ് കൂടുതൽ അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷനിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 3, ഇതൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ, ഇതൊക്കെ നിങ്ങൾ വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടും വളരെ നല്ല രീതിയിലും കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. മൾട്ടി ടാലന്റ് നിങ്ങൾ കാണിക്കുന്നുണ്ട് 2025. പല കാര്യങ്ങളും ക്ഷമയോട് കൂടിയിട്ട് എൻഗേജ് ആവുന്നുണ്ട്. ക്ഷമയോട് കൂടിയിട്ട് ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുക, അത് നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യം കൂടി ആയിരിക്കാം അല്ലെ. സോ അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, അങ്ങനത്തെ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു റിസൾട്ടിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ ഒരു പ്രോസസ്സ് കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പുതിയ ഹാബിറ്റ് ബിൽഡ്, നിങ്ങൾ ചില ഹാബിറ്റ്, ചില കാര്യങ്ങൾ ചെയ്യുന്നത് ചില കാര്യങ്ങൾ ലൈഫിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെ. പക്ഷെ നിങ്ങൾ ആ ഒരു സക്സസിനേക്കാൾ കൂടുതൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ ഒരു പ്രോസസ്സിലാണ് കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത്. അതാണ് നിങ്ങൾ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ പവറിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ആ വ്യക്തി ഒരു കാര്യത്തിൽ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിലും ആ വ്യക്തിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് അല്ലെ. സോ അതൊരു സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിൽ, അതൊരു പവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പവർ 2025 ഉണ്ടാവുന്നുണ്ട്. സോ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഡിസ്ട്രാക്ട് ചെയ്യാനെന്നുണ്ടെങ്കിലും ആളുകളോ എന്തോ ആയിക്കോട്ടെ, ഈവൻ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ പല പല കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ വളരെ ക്ലിയർ ആണ് നിങ്ങളുടെ ലൈഫ് എന്ത് വേണം എന്നുള്ളതിൽ വളരെ ക്ലിയർ ആയിട്ട് വളരെ ഡിറ്റർമൈൻഡോട് കൂടിയിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത്. എടുത്തു പറയേണ്ട ഒരു മാറ്റമാണ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ ഈവൻ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് ഡിസ്ട്രാക്ട് ആക്കില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രോസസ്സിൽ എൻഗേജ് ആവുകയാണ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ കോൺഷ്യസ് ആവുന്നില്ല, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ മാറ്റത്തിലേക്ക് മാത്രമാണ് നിങ്ങൾ
അതിന് വേണ്ടിയിട്ടുള്ള വർക്കിലാണ് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത്. ഞാൻ ഇങ്ങനെയാണോ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അവരെന്ത് വിചാരിക്കും, എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് നിങ്ങളെ ബോധർ ചെയ്യുന്നില്ല. നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ എവിടെയാണോ ഇപ്പൊ നിൽക്കുന്നത് ആ ഒരു പൊസിഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് നിങ്ങളുടെ ഒരു പുതിയ ഐഡന്റിറ്റി. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ കരിയർ ഗ്രോത്തിലാണ് നിങ്ങളുടെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു റിയാലിറ്റിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. സോ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നല്ല രീതിയിൽ നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ടല്ല നോക്കേണ്ടത്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കോ അതിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. റിസൾട്ടിൽ ഒരുപാട് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നില്ല. ചില ആളുകൾ നിങ്ങൾ പഠനപരമായിട്ടുള്ള ചില അക്കാഡമിക്കൽ ആയിട്ടുള്ള ചില ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പഴയ റിയാലിറ്റി നിങ്ങൾ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു മാറ്റമാണ്. സോ പല കാര്യങ്ങളും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ പീസ്ഫുള്ളി, ഒരു ദേഷ്യമോ വെറുപ്പോ സങ്കടമോ പരാതിയോ പരിഭവമോ ഒന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾ പീസ്ഫുള്ളി ചില കാര്യങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്, ബൈ പറയുന്നുണ്ട്, ഒരു ഹെൽത്തി ബൗണ്ടറി വെക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, നിങ്ങൾ ബോധർ ചെയ്യുന്ന ഇപ്പൊ നിങ്ങൾ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ചില പ്ലേസസ് ഉണ്ടായിരിക്കണം അല്ലെ. അത് നിങ്ങളുടെ വീടോ, നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഒരു പ്ലേസോ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് ഒരു ബ്രേക്ക് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. ആ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് സാധ്യമാവുന്നുണ്ട് 2025. ഓക്കെ, മാറി നിൽക്കാണ്. അറിവുള്ള ആളെ പോലെയാണ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഈവൻ നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളുകളോ ഇല്ലാത്ത ആളുകളോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ്ലി ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രോസസ്സിൽ നിങ്ങൾ നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ മോർ ലൈക്ക് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന നല്ല രീതിയിൽ പല ഏരിയാസിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളിലേക്കാണ് കൂടുതൽ 2025 ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ നാച്ചുറലി ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പിറകെ വരിക, നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ചില കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മളും എനർജറ്റിക്കലി പല ഏരിയാസിലും അലൈൻഡ് ആയിട്ട് വരും. ഓക്കെ, സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ പല കാര്യത്തിന് വേണ്ടി ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അപ്പൊ റിലേഷൻഷിപ്പിൽ ഒരുപാട് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കണം, ജോബിൽ ഡെസ്പറേറ്റ് ആയിട്ട് മാറ്റങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ്, കമ്പാരിസൺ ഒക്കെ ഉണ്ടാക്കിയുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷേ 2025 വരുന്ന സമയത്ത് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സിലേക്ക് ഫോക്കസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാണ്. മോർ ദാൻ ആ ഒരു റിസൾട്ടിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് നിങ്ങളിലേക്കാണ് കൂടുതൽ അലൈൻഡ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾ ഒരു കാര്യം ചേസ് ചെയ്യുന്നില്ല. ഈവൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് ചേസ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നാച്ചുറലി നിങ്ങളുടെ എനർജി ക്ലെൻസ്ഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ റൈറ്റ് ആയിട്ട് വരണം, ആരൊക്കെ നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ട് വരണം, അവരൊക്കെ നാച്ചുറലി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഈവൻ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ചില നല്ല പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു. പല കാര്യങ്ങളും നിങ്ങൾ വളരെ ഇന്റലക്ച്വൽ ആയിട്ടൊക്കെ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇമോഷൻസിന്റെ മേലായിരിക്കില്ല നിങ്ങൾ 2025 പല കാര്യങ്ങളും നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കുറെ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കും. നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെർവ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ പല കാര്യങ്ങളും ഇമോഷണലി എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു വിഷമാക്കുന്ന രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകുന്നില്ല. ഇവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങളോടൊക്കെ ഇഷ്ടങ്ങളും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, ബെസ്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. 2025 എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് പ്രോബബിലി നിങ്ങളുടെ ആ ഒരു ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ നമുക്ക് എപ്പോഴും നമ്മളുടെ സറൗണ്ടിങ്, നമ്മളുടെ കൂടെയുള്ള ആളുകള് നമുക്ക് ഇമോഷണലി അല്ലെങ്കിൽ മെന്റലി ഫൈനാൻഷ്യലി ഒക്കെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുടെ കൂടെ നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത് നല്ലതാണ്. എന്നാലേ നമുക്കും വളരാൻ പറ്റുള്ളൂ അല്ലെ. ഓരോ മാസവും നിങ്ങൾക്ക് ഓരോ അച്ചീവ്മെന്റ്സ് ഉണ്ടായിരിക്കണം, ഓരോ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. സോ ഒരു ഡിസംബർ ഒക്കെ ആവുന്ന സമയത്ത്, 2000 എൻഡ് ഒക്കെ ആവുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ ഒരുപാട് ജനറസ് ആവുന്നുണ്ടായിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാൻ, അറിവ് കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പ്രാപ്തരാവുന്നുണ്ട് ചില ആളുകൾ. നല്ലൊരു ടീച്ചറെ പോലെ, നല്ലൊരു ഗുരുവിനെ പോലെ നിങ്ങൾ ആവുന്നുണ്ട്. അതാണ് പല കാര്യങ്ങളും നിങ്ങൾ ഇമോഷണലി ഇനി കണക്ട് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് യുക്തിപൂർവ്വം റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സർവീസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങൾക്ക് ഒരുപാട്, നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യുന്നത് അത് ജനറസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ജനറസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ പ്രോബബ്ലി നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ 2025 നിങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം. വാഹനം, ഡ്രസ്, ആഭരണങ്ങള്,
നിങ്ങളുടെ വീട് മോഡിഫൈ ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം, അതിൽ പെറ്റ്സ് ഉണ്ടായിരിക്കാം, ആനിമൽസ് ഉണ്ടായിരിക്കാം, or നിങ്ങളുടെ ലൈഫിൽ മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് എവിടെയൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി നല്ലൊരു വീട് ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കാം നിങ്ങൾ. ഓക്കെ, ആ ഒരു വീട്ടിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കാം. ആ ഒരു വീട്ടിന്റെ ഒരു ബാലൻസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കാം. വീടിനൊരു സ്ട്രെങ്ത്, വീടിന്റെ ഒരു കൺട്രോൾ നിങ്ങൾക്ക്, ആ ഒരു സന്തോഷമായിട്ടുള്ളൊരു വീടിന്റെ ഒരു കൺട്രോൾ നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, പല കാര്യങ്ങൾ എക്സാക്ട്ലി ബി പ്രാക്ടിക്കൽ അബൌട്ട് ഹൗ യു പ്രൊസീഡ്. നിങ്ങൾ പ്രാക്ടിക്കൽ ആവാന്നുള്ളതല്ല, 2025 നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ടേ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഏറ്റവും കൂടുതൽ 2025 നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്നത് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന പല പ്രവൃത്തികളും കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഒരുപാട് അട്രാക്റ്റഡ് ആവാൻ പോകുന്നത്. ഓക്കെ, സോ ഫാമിലി ഹാർമണി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് 2025. സോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമായിരിക്കും, ഒരു ഹാപ്പി മാരേജ് ലൈഫ്. കാരണം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. സോ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒട്ടും പ്രോഗ്രസീവ് അല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റാത്ത പല പ്ലേസിൽ നിന്നും നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ പ്രോബബ്ലി 2025 നിങ്ങളൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫിലേക്ക് വരുന്നുണ്ട്, ഫാമിലിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട് ഫാമിലിയിൽ ഒരു വലിയൊരു വിള്ളല് സെപ്പറേഷൻ ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾ വീണ്ടും കൂട്ടിച്ചേർക്കുന്നുണ്ട്. സോ നിങ്ങൾ ഓൾറെഡി മാരീഡ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്, കുട്ടികളൊക്കെ ഉള്ള ആളുകളാണ്, പക്ഷെ എന്തൊക്കെയോ പ്രോബ്ലംസ് കൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 2025 നിങ്ങൾ കാര്യങ്ങൾ പ്രാക്ടിക്കലി എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ മേലെ കൺട്രോൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളെ കാരണം നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാരണം നിങ്ങളുടെ കുട്ടികൾ ഒരുപാട് സന്തോഷിക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് 2025. നിങ്ങൾ നല്ലൊരു പാരന്റ് ആവുന്നുണ്ട്. ഈവൻ നിങ്ങളൊരു കുട്ടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നല്ലൊരു പാരന്റ് ആവാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകളെ നിങ്ങൾ അതുപോലെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു പാരന്റിനെ പോലെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് 2025 കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇതൊക്കെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾ 2025 ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഫൈനാൻഷ്യൽ ആയിട്ട് എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ക്യാഷ് വരുന്നതെന്ന് അറിയില്ല, ഒരുപാട് ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, സോ മണി, ചില കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലി കണക്ട് ചെയ്യുക, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ട്. സോ വളരെ നല്ല രീതിയിൽ ഇമോഷണലി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക. അതിലേക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ 2025 ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ വാക്കിന് വളരെ പവർഫുൾ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വാക്കിന്റെ വില കാണിച്ചു കൊടുക്കുന്ന ഒരു വർഷം കൂടിയാണ്. നിങ്ങളുടെ ഒരു പവർ, നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നിങ്ങൾ എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയല്ല, നിങ്ങളുടെ ആക്ഷനിലൂടെ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് 2025. സോ അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം ആളുകളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളുടെ മേലെ ഒരുപാട് ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അവർ ഒരുപാട് നിങ്ങളെ അഡ്മയർ ചെയ്യാൻ പോകുന്നുണ്ട്. ഓർ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന കാര്യം കൊണ്ട് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണറെ നിങ്ങളുടെ ലൈഫിൽ നാച്ചുറലി അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 3. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ്